ഹലോ എവ്രി വൺ, സോ വെൽക്കം ടു ആദീസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇസ് സോ സ്പെഷ്യൽ. നമ്മുടെ ഡയാനയുടെയും അമീൻ്റെയും നിക്കാഹാണ്. അപ്പോൾ രാവിലെ എണീറ്റു, 5-5:30 എണീറ്റു, പല്ലൊക്കെ തേച്ച് ഇനി കുളിക്കണം. മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വരും. ആൻഡ് ഡയാനയുടെ മേക്കപ്പ് ഓൾറെഡി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് നമ്മളിവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. കണ്ടോ? ഡ്രസ്സിൻ്റെ ഈ ഡീറ്റെയിലിംഗ് ഒന്നും നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ലല്ലോ. കണ്ടോ? തുടങ്ങട്ടെ. ഇതാണ് നമ്മുടെ ശിവാസ് മേക്ക് ഓവർ. ശിവയാണ് ഇന്ന് ഡയാനയുടെ ഒരു ഡ്രീം കം ട്രൂ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ആള്. ശിവനെ കുറേ പേർക്ക് അറിയായിരിക്കും. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ഷൂട്ട്സ്, കുറേ ബ്രൈഡ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് അങ്ങനെ പേജൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ശിവയാണ്. ഡയാന രാജകുമാരി എന്തോ സൗണ്ട് കേട്ടല്ലോ നിങ്ങളെല്ലാവരും. ഇതാണ് അവസ്ഥ. സൗണ്ട് പോയ രാജകുമാരി. സംസാരിക്കണ്ട, അവൾക്ക് മാക്സിമം നമ്മൾ വോയിസ് റെസ്റ്റ് കൊടുക്കുവാണ്. ഇപ്പോൾ നെയില് നമ്മൾ ഈ മറ്റേ നെയിൽ പോളിഷിന് വോയിസ് അല്ല, അത് വേണം. ഈ നെയിൽ പോളിഷിന് പകരം നമ്മൾ മെഹന്തിയുടെ അത് തന്നെ നമ്മുടെ ഇഷ്ക് മെഹന്തി ആയിട്ട് നമുക്ക് കൊടുത്തയച്ചു. അപ്പം അത് അവള് ഇട്ടേക്കാണ്. രാവിലെ ആയിട്ടേ അതിനെ ഉണങ്ങണം. ശിവ എന്തൊക്കെയാണ് പ്ലാൻ? ഓൾറെഡി കഴിഞ്ഞിട്ട് ശിവ മേക്കപ്പ് കഴിഞ്ഞിട്ട് അതെ ശിവ, നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിക്കാണും ഇത് നമ്മുടെ റൂം ക്ലീനിങ് ഗേൾ അല്ല, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങള് രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഞാൻ ആദ്യം വിചാരിച്ച ആ റൂം ക്ലീനിങ്ങിന് ആള് വന്നു എന്ന്. എന്നിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇത് ശിവയല്ലേ. ചുമ്മാ നമ്മുടെ സ്വന്തം ആളായിട്ട് കളിയാക്കുന്നതാണ്. ചുമ്മാ ശിവ നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞ് ഞെട്ടി ശിവയ്ക്ക് കൈ നിറച്ച് ബ്രൈറ്റ്സ് ആയിരിക്കണം. അയ്യോ, ആൾക്കാർ മുഴുവൻ ഞെട്ടണം അല്ലേ? അതെ അതെ, നല്ലൊരു പരീക്ഷണ വസ്തു കിട്ടിയിരിക്കുന്നത്. അതെ. പിന്നെ ഇപ്പൊ ഓൾറെഡി ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ഡയനയുടെ ഔട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഷിവാസ് മേക്ക് ഓവറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാ ബ്രൈഡ്സിനും, ഹിന്ദു ബ്രൈഡ്, ക്രിസ്ത്യൻ ബ്രൈഡ്, മുസ്ലിം ബ്രൈഡ് എല്ലാവർക്കും കോൺടാക്ട് ചെയ്യുന്നതാണ്. അത് തന്നെ അതേ വരുന്നു. ഇതാണ് നമ്മുടെ അബി, ശിവയുടെ സ്വന്തം അബി. ശിവയുടെ ഭർത്താവ് ഒന്നും വിചാരിക്കരുത്. ചുമ്മാ നമ്മുടെ സ്വന്തം അബിയാണ് ഹെയറും കാര്യങ്ങളും എല്ലാം ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അബി ഒരു ഇൻഡിവിജ്വൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഹെയർ ആൻഡ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ കഥ എന്താന്ന് വെച്ചാല്, ഇവര് തമ്മിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ശിവയും ഡയനയും കൂടിയിട്ട് ഒരു ഷൂട്ടൊക്കെ ചെയ്ത്. അപ്പം അന്ന് ഡയനയ്ക്ക് ശിവയുടെ മേക്കപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ നമ്മളിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ശിവയെ തന്നെ ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലേ അബി? ഒരു ഹായ് പറ. അബി ഇപ്പൊ മൈലാഞ്ചി ഇട്ട തിരക്കിലാണ്. അവിടെ മേക്കപ്പ് തകർത്ത് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനി എനിക്ക് റെഡി ആവണം. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. മലപ്പുറത്ത് നിന്ന് വരുന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരി എത്തിയതിനു ശേഷം ഞാൻ റെഡി ആവാൻ തുടങ്ങും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. പിന്നെ നമ്മുടെ ഗ്രൂം അമീനെ കാണിക്കാം. അമീനെ പരിചയപ്പെടുത്താം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ലെഫ്റ്റ് കയറി. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. അപ്പോൾ പ്രിറ്റി പാലറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലെ ഐഷയാണ് എനിക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. ഐഷ ഹാസ് കം ഓൾ ദ വേ ഫ്രം മലപ്പുറത്ത് നിന്ന് ഐഷ എനിക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഐഷനെ പിക്ക് ചെയ്ത് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് ഞാൻ അമീനെ കാണാൻ പോവാണ്. ഹായ് ഗ്രൂം അമീൻ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. രാവിലെ ഫോണും പിടിച്ച് ഇറങ്ങിയേക്കാം. നിന്നെ ഇതുവരെ ഞാൻ എന്റെ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. നമ്മൾ ഫുൾ പെണ്ണിന്റെ സൈഡ് പ്രിപ്പറേഷൻ ആയിരുന്നു. ഇപ്പൊ ചെക്കൻ രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടില്ല, നിക്കുന്ന കണ്ടില്ലേ? ഹായ് സുന്ദരൻ ഗ്രൂം, എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? എന്തോന്ന് പറയാൻ, ലേറ്റ് ആയി പോയി ഇന്നലെ ഉറങ്ങിപ്പോയി. ഇന്നലെ ഫാമിലി ഒക്കെ വന്ന് എല്ലാരും കൂടെ വന്ന് രാത്രി 2 മണിക്കൊക്കെ എത്തിയ. അപ്പൊ ഉറക്കൊന്നും ശരിയായിട്ടില്ല. ഇനി പതുക്കെ പതുക്കെ ഓരോന്ന് സെറ്റ് ചെയ്യണം. ആണല്ലേ? ബാക്ക് ടു
എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ പറ്റും. ഞാൻ പോലീസ് എന്തോ ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടത്. അതിനകത്ത് ഇവനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിൽ ഞാൻ ഇവനോട് കൃത്യമായി ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നില്ലേ അമ്മി? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല അല്ലേ? അവൻ ഓർമ്മ കാണൂല. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. ഞാനും പ്രതീക്ഷ ഇവനും കൂടി. അപ്പൊ അങ്ങനെ ഫൈനലി അങ്ങനെ ചോദിച്ച് അവന്റെ കല്യാണം ഞാൻ തന്നെ സെറ്റാക്കി ഒരു ജമ്മിനെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. എന്റെ ഇന്ന് നിക്കാഹ് നടക്കാൻ കാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ പറയല്ലേ, നമ്മുടെ പിന്നെ ഇന്റർവ്യൂ കഥയൊക്കെ പിന്നെ ഞാൻ കാരണം ഡ്രസ്സൊക്കെ ചെയ്തോട്ടെ, ഡ്രസ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഇനി അവനെ ശല്യം ചെയ്തല്ല. ഇനി ഞാനും മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അമീൻ കുട്ട ബൈ, പോയി റെഡിയായി നല്ലതായിട്ടിരിക്കും. ഓക്കെ, ശരി, ബൈ. ഇപ്പൊ അമീൻ നമ്മുടെ ഗ്രൂമിനെ റെഡിയാക്കുകയാണ്. അബി ഐ പാട്ട് പാടാൻ പോവാണോ? ഇതിന്റെ പുറത്ത് വേറെ മിനിക്ക് നിങ്ങളൊക്കെ ഓൾറെഡി ആ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ആ ഡ്രസ്സിന്റെ അകത്തുള്ള ഡ്രസ്സ്. ഞാൻ കല്യാണം കഴിഞ്ഞല്ലേ വീഡിയോസ് ഒക്കെ എടുത്തുള്ളൂ. അപ്പൊ ഓൾറെഡി എല്ലാരും കണ്ടിട്ടുണ്ടാവും. അതെ, ഇതാണ് നമ്മുടെ ഷഹസാൻ. അവന്റെ ചങ്കിന്റെ പകുതിയാണ്, പാർട്ട്ണർ ഇൻ ക്രൈം. അനങ്ങാൻ വയ്യല്ലേ? ഇപ്പൊ നിന്നെ കാണാൻ ഒരു ബേബിനെ പോലെ. അപ്പൊ ശരിയേ, എല്ലാം നടക്കട്ടെ. നമുക്കിനി സ്റ്റേജിൽ കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഡയനെ ചെക്ക് ചെയ്യാനായിട്ട് ഒന്ന് പോയി. അപ്പോഴേക്കും അവളത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ശിവ നല്ല അടിപൊളി സുന്ദരി കുട്ടി ഡയന രാജകുമാരി പോലെ ആക്കി ഞങ്ങൾക്ക് തന്നേക്കുവാണ്. ഓർണമെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഹെയറൊക്കെ നല്ല കിഡിലായിട്ട് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. മേക്കപ്പ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുവാണ്. അപ്പം നമ്മുടെ ഐഷ വാ ഐഷയാണ് കേട്ടോ അത് റെഡിയാക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഇഷ്ടമായോ എല്ലാവർക്കും? അങ്ങനെ പെട്ടെന്ന് തന്നെ ഐഷ എന്നെ നല്ല റെഡിയാക്കി. ഞാൻ ഉദ്ദേശിച്ച അതേ ലുക്കിൽ തന്നെ എന്നെ റെഡിയാക്കി കൊണ്ടുവന്നു. ഇവിടെ നിന്ന് നേരെ എനിക്ക് ഹോളിലേക്ക് ഓടിപ്പോണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇവൻറ്റുള്ള ചേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യണം. സോ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ഇവൻറ്റ്സാണ് നമുക്ക് ഈ ഒരു അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് കേട്ടോ. അങ്ങനെ രാജീവ് ഡയനയുടെ കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഡയനയൊക്കെ പിക്ക് ചെയ്ത് നമ്മുടെ എൻട്രിക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഞാൻ ആ സമയത്ത് ഇവിടെ ഹോളിൽ വന്നു. മൃദുല നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൃദുലയും ധനുക്കുട്ടിയും കൂടിയാണ് കേട്ടോ വന്നത്. ധനുക്കുട്ടീനെ കൊണ്ട് ഞാൻ കുറേ ഹായ് പറയിപ്പിക്കാൻ നോക്കിയ കുറേ സംഭവങ്ങൾ, സീൻസ്. അവൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് തലയിൽ ആക്കിയൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ ആ സീൻസൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ എന്തായാലും അവൾ ഹായ് പറയാൻ കുറേ ശ്രമിച്ചു. അവൾ ഹായ് പറഞ്ഞില്ല. അവളുടെ മൂഡ് ശരിയല്ലായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നിക്കാഹൊക്കെ തുടങ്ങി. ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമീനും ഡയനയുടെ വാപ്പയും കയറി അവരുടെ നിക്കാഹ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലി, എൻറ്റയർ ഫാമിലി വന്നു. ബാക്കി കാണാം. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ അവസരം പറയാൻ വേർഡ്സുകളില്ല. ഐ ഫീൽ സോ ഗ്രേറ്റ് ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ ബേബി ഡയാന. ആൻഡ് ഈ ഒരു മൊമെന്റ് ഒക്കെ ഒരു ഡ്രീം മൊമെന്റ് ആണ്. സംസാരിച്ചതും ആൻഡ് ഓർത്തതും ആൻഡ് ഒരു സ്വപ്നം കണ്ട ദിവസങ്ങൾ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഡയനയുടെ അടുത്ത് എന്ത് പറയുന്നു നോബി ചേട്ടാ? ഡയനയുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഡയാനയുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഡയാനയുടെ അടുത്ത് എന്താ പറയാനുള്ളത് ചേട്ടന്? കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡയന എന്റെ ചക്കര മുത്താണ്. ഡയന മാത്രമല്ല അമീൻ. ഡയന കഴിഞ്ഞിട്ടേ അമീനുള്ളൂ. എന്നാലും എന്റെ ചക്കര മുത്തിന്റെ കല്യാണമാണെന്ന്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. നോബിച്ചിന്റെ എക്സ്ട്രാ ഫ്രൈയും കൂടെ വേണം. അതും ചിക്കൻ്റെ. ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. 2 പേരുടെ കല്യാണമാണെന്നുള്ളത് അല്ലേ? നമ്മുടെ ഫാമിലിയിൽ 2 പേര്. ഇനി നമ്മുടെ ഫാമിലിയിൽ കല്യാണം കഴിക്കാൻ 2 പേരേ ഉള്ളൂ. ഒന്ന് ജെസ്സിയിലെ, ഒന്ന് നീയും. ശരിയാ. ബാക്കി എല്ലാവരുടെയും കല്യാണം നമുക്ക് കല്യാണം കഴിക്കാൻ. പിന്നെ ദേ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലി നമ്മളെല്ലാവരും കൂടി ഡയന അമ്മീൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ കയറി. ഇതിൻ്റെ ഇടയിൽ എൻ്റെയും മൃദുലയുടെയും ക്യാമറ ക്രോസായി. അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് തിരക്കായി. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് പിന്നെ വീഡിയോസ് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇവിടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ നല്ലതായിട്ട് എല്ലാ അനുഗ്രഹത്തോടു കൂടിയും നല്ല രീതിയിൽ അവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു. നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. ആൻഡ് ഡയാന ഇസ് ഡെഫിനറ്റ്ലി മൈ ഫാമിലി. എൻ്റെ ഒരുപാട് വർഷത്തെ, എനിക്ക് പറയാൻ
പറയാനറിയില്ല. എൻ്റെ അമ്മയ്ക്ക് ജനിക്കാതെ പോയ എൻ്റെ സിസ്റ്റർ തന്നെയാണ് അവൾ. അത് ഫോർ എവർ ലൈഫ് ഞങ്ങളുടെ ബോണ്ട് അങ്ങനെ തന്നെയായിരിക്കും. അവൾക്കും അമീനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ബൈ.